നമുക്ക് പച്ചമാങ്ങ ഇട്ടിട്ട് മീൻ കറി വെക്കാം കേട്ടോ. മീൻ നമുക്ക് 2 മീനേ കിട്ടിയുള്ളൂ. അത് അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് കേട്ടോ മീൻ. നല്ല മീനാണ്, തിരുതയാണ്. അപ്പോൾ അതിനകത്തേക്ക് നല്ല പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതൊരെണ്ണം നല്ലോണം തൊലി കളഞ്ഞ് നീളത്തിലുള്ള കഷ്ണമാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, കല്ലുപ്പ് എടുത്തിട്ടുള്ള 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിവിടെ മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ഒരു 4 പച്ചമുളക്. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ് കേട്ടോ. മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ തമ്പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കണം. അപ്പം നമ്മളിത് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് മീൻ ചേർക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക. മീൻ കറിയുടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു പകുതി തക്കാളിയുള്ളൂ കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്, നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തമ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇറക്കി വെച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉള്ളി അരിഞ്ഞതൊന്ന് മൂപ്പിച്ചിടണം കേട്ടോ. നമ്മൾ ഉലുവ ഇട്ട് മൂപ്പിക്കുന്നു. ഉലുവ മൂക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്ത് നല്ല പോലെ മൂത്ത് വരുമ്പോൾ ഇത് കറിയിലേക്ക് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ മാങ്ങയിട്ട് വെച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.